പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന സ്വർണ്ണ നദി കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നാം. എന്നാൽ റിപ്പോർട്ടുകൾ പറയുന്നത് 653 ടൺ സ്വർണ്ണമാണ് പാകിസ്ഥാനിലെ സിന്ധു നദിയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ്. അതായത് അടുത്തിടെ പാകിസ്ഥാനിൽ വൻതോതിലാണ് സ്വർണ്ണശേഖരം കണ്ടെത്തിയ വാർത്തകളൊക്കെ പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സിന്ധു നദിയിലും ബലൂചിസ്ഥാനിലുമായി സ്വർണ്ണശേഖരം കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. നിലവിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. എന്നാൽ ദുരിതം അനുഭവിക്കുന്ന പാകിസ്ഥാന് വീണ് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസായി തന്നെ ഇപ്പോൾ ഈ സ്വർണ്ണ നദി മാറുകയാണ്. 653 ടൺ സ്വർണ്ണമാണ് സിന്ധു നദിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇവ പാകിസ്ഥാനിൽ രൂപയിൽ കണക്കാക്കിയാൽ തന്നെ ഏകദേശം $800 ബില്യൺ വരുമെന്നാണ് വിവരങ്ങൾ. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശ്വാസം പകരുന്ന കാര്യമാണ് എങ്കിൽ കൂടി വലിയൊരു തലവേദന കൂടിയായി മാറിയിരിക്കുകയാണ് ഈ സ്വർണ്ണ നദി. കാരണം സിന്ധു നദിയിൽ സ്വർണ്ണമുണ്ട് എന്ന വാർത്തകൾ ആളുകളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതോടെ ആളുകൾ കൂട്ടമായി സ്വർണം ശേഖരിക്കാൻ സിന്ധു നദിയുടെ തീരത്ത് എത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. നദിയിൽ നിന്നും സ്വർണം ശേഖരിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അതിനായി തന്നെ ഇവർ ബക്കറ്റും ചാക്കുമായിട്ടൊക്കെ നദിയിൽ ഇറങ്ങുന്നതായിട്ടാണ് വിവരങ്ങൾ. മണലരിക്കുന്നതിനെ പ്രത്യേകം അരിപ്പ വരെ ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഈ അരിപ്പയിൽ പുഴയിൽ നിന്നുള്ള മണൽ അരിച്ചാണ് ഇവർ സ്വർണം ശേഖരിക്കാൻ ശ്രമം നടത്തുന്നത്. ചിലരാകട്ടെ നദിയിൽ കുഴിയെടുത്ത് സ്വർണം തിരയുന്നുണ്ട്. അങ്ങനെ നിരവധി പേരാണ് ദിനംപ്രതി സ്വർണം അരിക്കാൻ ഈ നദിയിലേക്ക് എത്തുന്നത് എന്നാണ് വിവരങ്ങൾ. ഇതെല്ലാം തന്നെ നദിയുടെ ഒഴുക്കിനെ ഇപ്പോൾ സാരമായി ബാധിക്കുന്നുണ്ട്. ആളുകൾ നദിയിൽ കുഴിയെടുക്കുന്നതിനെ തുടർന്ന് ഏതാനും നാളുകളായി നദി കലങ്ങിയാണ് ഒഴുകുന്നത്. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രത്യാഘാതമായിരിക്കും സംഭവിക്കുകയെന്നും പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. അതായത് തുടർച്ചയായുള്ള മണ്ണെടുപ്പ് നദിയുടെ തീരങ്ങളിലെ മണ്ണിടിച്ചിലിന് കാരണമായിട്ടുണ്ട്. ഇത് നദിയിലെ ആവാസ വ്യവസ്ഥയെ ഏറെ ബാധിക്കുന്നുണ്ട്. ചിലർ ഇവിടേക്ക് മെർക്കുറി എത്തിച്ച് സാങ്കേതികമായി തന്നെ സ്വർണം വേർതിരിക്കാൻ ശ്രമം നടത്തുന്നു. ഇതൊക്കെ നദിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് തന്നെ പരിസ്ഥിതി പ്രവർത്തകർ എടുത്തു പറയുകയാണ്. പഞ്ചാബ് പ്രവേശിലെ ധാതുഖനി മന്ത്രി ഇബ്രാഹിം ഹസി മുറാദാണ് സിന്ധു നദിയിൽ ഇത്തരത്തിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയ വിവരങ്ങളടക്കം വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ സിന്ധു നദിയിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ഉണർന്നിരിക്കുകയാണ്. അതേസമയം അറ്റോക്കിനടുത്തുള്ള പഞ്ചാബിലെ നദിയിൽ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ വ്യാപകമായി ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാരണം സ്വർണത്തിന്റെ മൂല്യം ഇപ്പോൾ ഏകദേശം 80,000 കോടി പാകിസ്ഥാൻ രൂപയെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത്. സ്ഥിരീകരിച്ചാൽ തന്നെ ഇത്തരം കണ്ടെത്തലുകൾ ഈ മേഖലയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നും പാകിസ്ഥാന്റെ സാമ്പത്തിക ഭൂപ്രകൃതിയെ തന്നെ ഇത് മാറ്റാൻ സാധ്യതയുണ്ടെന്നുമാണ് വിവരങ്ങൾ. മാത്രമല്ല സ്വർണ്ണശേഖരത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചതോടെ നാട്ടുകാർ സിന്ധു നദീതടത്തിൽ ഒറ്റയ്ക്ക് തന്നെ ഖനനം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഈ ഖനനം പ്രധാനമായും നിയമവിരുദ്ധമാണ്. ഖനനത്തിന് പലപ്പോഴും ഭാരമേറിയ യന്ത്രങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാൻ സർക്കാർ നിയമവിരുദ്ധ ഖനനം തടയുന്നതിനായി രൂപകൽപ്പന ചെയ്തത് നിയമപരമായ നടപടിയെ സെക്ഷൻ 144 നടപ്പിലാക്കിയിട്ടുണ്ട്. സാമ്പത്തിക സാധ്യതകളുടെ കാര്യത്തിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ഇതുവരെ അറിവായിട്ടില്ല. പാകിസ്ഥാൻ സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇതിന്മേൽ നടത്തിയിട്ടുമില്ല. ഏകദേശം 600 ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ മൂല്യമുള്ള ഈ പുതുതായി കണ്ടെത്തിയ സമ്പത്ത് ദേശീയ കടം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ചില സാമ്പത്തിക വെല്ലുവിളികൾ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും കരുതുന്നുണ്ട്. ഉത്തരവാദിത്തത്തോടെ ഖനനം ചെയ്താൽ ഈ സ്വർണ്ണ നിക്ഷേപങ്ങൾ സർക്കാരിന് ഗണ്യമായി തന്നെ വരുമാനമുണ്ടാക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വീണ്ടെടുപ്പിന് സംഭാവന നൽകുകയും ചെയ്യും. അതേസമയം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും നീളം കൂടിയതുമായ നദികളിൽ ഒന്നാണ് സിന്ധു നദി. ആദ്യകാല നാഗരികതകളിൽ ഒന്നിന്റെ വികാസത്തിൽ തന്നെ ഇത് നിർണായക പങ്കുവഹിക്കുന്നു. BC 3300-നും 1300-നും ഇടയിൽ സിന്ധു നദിയുടെ സംസ്കാരം അതിന്റെ തീരങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചു. ഇത് വലിയ സമൃദ്ധിയുടെ ഒരു യുഗത്തിന് തന്നെ വഴിയൊരുക്കി. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 1947-ലെ വിഭജനത്തിന് മുമ്പ് സിന്ധു നദി പൂർണ്ണമായും ഇന്ത്യക്കകത്തായിരുന്നു. ഇത് സിന്ധു നദിയുടെ നാഗരികതയുടെ ഉദയത്തിന് കേന്ദ്ര ബിന്ദുവായിരുന്നു. ഇന്ന് ഇന്ത്യയിലുടനീളം പാകിസ്ഥാനിലുടനീളം ഒഴുകുന്ന ഇത് ഇരു രാജ്യങ്ങൾക്കും ചരിത്രപരവും സാംസ്കാരികപരവുമായിട്ടുള്ള വലിയൊരു പ്രാധാന്യം തന്നെ നിലനിർത്തുന്നു എന്നാണ് വിവരങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.